പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഈ ദിവസം കർത്താവിനാൽ നിയോഗിക്കപ്പെട്ട ഒരു സമയമാണ്. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിശ്ചയിച്ച കാര്യങ്ങൾക്ക് ആർക്കും ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമാണ്, വലിയ രഹസ്യമാണ്. സമയാസമയങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേക ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിനെ അനുഗ്രഹീത കർത്തദാസൻ സെൽവരാജ് പാസ്റ്റർ, അതുപോലെ തന്നെ ഈ ശുശ്രൂഷകൾക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ KC തോമസ് അവർ, ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ജിനേഷ് ബേബി, അതുപോലെ തന്നെ പ്രിയ ജിബു, പ്രിയ വിനോദ് ബ്രദർ, അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ആൻറ്റിമാര്, അച്ചായന്മാര്, എല്ലാവർക്കും സഹോദരിമാരും കുഞ്ഞുങ്ങളുണ്ട് എല്ലാവർക്കും സുരക്ഷിത വന്ദനം അറിയിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വലിയ മഴയുടെ പ്രതിസന്ധി ആമേൻ നമുക്കുണ്ടായിരുന്നു. എന്നാൽ സമയമായപ്പോൾ കർത്താവ് കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി. കർത്താവ് അനുകൂലമാക്കിയ സമയത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചന്തവും ഉചിതവുമായി നമുക്ക് തീർക്കണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ജിനേഷ് പാസ്റ്ററിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കേൾക്കുവാൻ കർത്താവ് സഹായിക്കും. ഞങ്ങൾ തമ്മിലുള്ള 24-25 വർഷത്തോളമായിട്ടുള്ള ബന്ധമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി ഞങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്. ആമേൻ. അന്നു പോലുള്ള ഒരു ആത്മീയ ബന്ധം ഉണ്ട്. അത് ആമേൻ കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് തരുന്നു. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. കർത്താവിന്റെ ദാസനിലൂടെ കേൾക്കപ്പെട്ട നല്ലൊരു സന്ദേശം, അത് ദേശത്തോടായി നമ്മളോടായിട്ടുള്ള ഒരു ദൈവിക ദൂതാണ്. ഹല്ലേലൂയ. സുവാർത്ത റിവൈവൽ ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മയാണ് നമ്മളിവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്ന കർത്താവിന്റെ ദാസനും കുടുംബമായിട്ടൊക്കെ ഞങ്ങൾ കടന്നു വന്നത്. എന്നാൽ ഇന്ന് പകൽ വന്നപ്പോൾ പുതിയ ചില മുഖങ്ങളെ കൂടെ കാണാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ രണ്ടുപേരും തമിഴിൽ പ്രാർത്ഥിച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹമാണ് തമിഴ്നാട്ടിന് ഒരു ശുശ്രൂഷ, തമിഴ്നാട്ടിലുള്ള ഒരു പ്രവർത്തനം. കുറേ കാലങ്ങളുടെ ആഗ്രഹമാണ്. അമ്മ അത് ദൈവത്തിന് ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് ഇഷ്ടമാണെന്ന് വേണമെന്നില്ല. ആമേൻ. എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം. പക്ഷെ ദൈവം ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ദൈവം കൂടെ. സ്തോത്രം. ഹല്ലേലൂയ. തമിഴ്നാട്ടിലൊക്കെ എനിക്ക് ശുശ്രൂഷയ്ക്ക് അവസരം ലഭിക്കുന്ന ഒത്തിരി സന്തോഷം പകരുന്ന ഒരു അനുഭവമാണ് തമിഴ്നാട്ടിലെ ശുശ്രൂഷകൾ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയെ കുറിച്ചുള്ള ആദ്യ സമയങ്ങളിലുള്ള ഞങ്ങളുടെ ചർച്ചകളിൽ സംസാരങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും പ്രചോദനമായത് ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഏരിയയിലുള്ള കൂട്ടായ്മ. സ്തോത്രം. അതായത് 2016 ഞാൻ കേരളത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2016 അതിനു മുമ്പ് 16 സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാനൊരു നോർത്ത് ഇന്ത്യൻ മിഷണറിയാണ്. ആമേൻ. വടക്കേന്ത്യയിൽ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷകളെല്ലാം വടക്കേന്ത്യൻ ശുശ്രൂഷ ശൈലികളായിരിക്കും. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ ഒരാളായിരിക്കുന്ന അതിന്റെ കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ്. കേരളത്തിന്റെ ഒരു ശൈലിയുണ്ട്, കേരളത്തിന്റെ രീതികളൊക്കെ ഉണ്ട്. ഏറെക്കുറെ അറിയാം. ആമേൻ. എന്നാൽ കുറച്ചൊക്കെ അറിയത്തില്ല. ആമേൻ. അതുകൊണ്ട് നിങ്ങളുടെ ഒരാളായിട്ടായിരിക്കും ഞാനുള്ള ഉണ്ടാകുന്നത്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ നിലയിലുള്ള ആത്മീയ ബന്ധവും പ്രാർത്ഥനാ ബന്ധവും കർത്താവ് നമുക്ക് നൽകി തരട്ടെ. ആമേൻ. ഹല്ലേലൂയ. പരസ്പരം ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുക. കർത്താവ് നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ഇതിന് കാരണമായി തീരുന്ന ഈ കൂട്ടായ്മ നമ്മളിങ്ങനെ പരിചയമാതാവിൽ കാണുവാൻ പരിചയമായി തീർന്ന തമ്പുരാന്റെ പദ്ധതിയാണ്. അതിന് കാരണമായി തീർന്ന ഭൂമിയിൽ 2 വ്യക്തികൾ
കുട്ടികളാണ് പ്രിയ തോമസ് പാസ്റ്റർ, പ്രിയ ഷൈജാൻ. ആമേൻ. കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ശുശ്രൂഷകൾ ഇന്ന് പകൽ നമ്മൾ പര്യവസാനിപ്പിക്കും. നമ്മൾ ഏതാണ്ട് 10 മുതൽ 12 മണി വരെയാണ് നമ്മുടെ ഷെഡ്യൂളിൽ ക്രമീകരിച്ചിരുന്നത്. അവൻ ഞങ്ങളുടെ വരവിന് ഇച്ചിരി താമസമുണ്ടായി. അപ്പോൾ തന്നെ കാലാവസ്ഥകളൊക്കെ എല്ലാം കർത്താവ് പറഞ്ഞതല്ലേ. കർത്താവ് അപ്പോഴത്തേക്ക് കാലാവസ്ഥയൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ ശുശ്രൂഷ അപ്പൊ ഈ ദേശത്തിന് വലിയ വിടുതലായി തീരണം. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവിന്റെ ആത്മാവ് ചെയ്യേണ്ട പ്രവർത്തികളെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. നമ്മെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങളുണ്ട്. നമ്മുടെ സഭയുടെ ചർച്ചിന്റെ നാമകരണം പേര് തന്നെ കർത്താവ് 2003 എനിക്ക് നൽകി തരുന്നത് സുവാർത്ത എന്നൊരു ശബ്ദമാണ്. സുവാർത്ത ഗോസ്പൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്താണ് നമ്മൾ ഈ കൂട്ടായ്മ ആമേൻ ആരംഭിക്കുകയായി തന്നത്. സുവാർത്ത എന്ന് പറയുന്ന വാക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ പറഞ്ഞതുപോലെ ആമേൻ സുവിശേഷിക്കുന്ന സമയം നല്ല വാർത്ത. ആമേൻ. സുവാർത്ത റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്നുള്ള നാമകരണം പരിശുദ്ധാത്മാവ് നൽകിയത് ഒന്ന് സുവിശേഷീകരണത്തിലൂടെ രാജ്യത്തിലെ അല്ലെങ്കിൽ ദേശത്തിലെ ആത്മാക്കളെ നേടുക, മറ്റൊന്ന് ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുക. ഉണർവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ ആമേൻ ആമേൻ വാർത്തെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.